അല്ലേ? ആ രാജാവിന്റെ ഭരണം പോലെ ഉണ്ടാവും പ്രജകൾ കൂടെ നിൽക്കുന്നത് അല്ലേ? പ്രജകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭരണം രാജാവ് കാഴ്ചവെച്ചാൽ രാജാവിനെ പരാജയപ്പെടുത്താൻ പ്രജകൾക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സത്യം ഉണ്ട്. സത്യമേവ സത്യധർമാദികൾ പാലിക്കപ്പെടുന്ന കാലത്ത് ജനാധാരി ഒന്ന് മുത്തപ്പൻ കൂടെ നിൽക്കണം എന്നിരിക്കുന്നതായ ഉത്തമമായിരിക്കുന്ന ആ ഒരു പ്രാർത്ഥനയിൽ ഇന്നേവരെക്കും അങ്ങനെ വിളിക്കണം. സത്യത്തെ നമസ്കാരം. അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ന്യൂസ് 18 പുറത്തുവിട്ടൊരു പ്രധാനപ്പെട്ട വിഷ്വലുണ്ട്. നമ്മുടെ ബാലഗോപാൽ ധനകാര്യമന്ത്രി മുത്തപ്പൻ്റെ അടുത്ത് പോയി മുത്തപ്പൻ പറയുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ആര് പറയുന്നത്, മുത്തപ്പൻ പറയുന്നത്. ഇതിൻ്റെ അത് രണ്ട് ആംഗിളാണ്. ഒന്ന് മുത്തപ്പൻ പറയുന്ന കാര്യം, രണ്ട് ധനപാൽ എന്ന് പറയുന്ന ആൾ ഒരു ഭക്തി നിർഭരനായി മുത്തപ്പൻ്റെ മുന്നിൽ നിൽക്കുന്ന കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യം മുത്തപ്പൻ്റെ ഒരു ഭക്തിയോടുകൂടി ഇന്നലെ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പൊളിയാണ്. രണ്ട്, അദ്ദേഹം മുത്തപ്പൻ പറയുന്നതോ നമ്മുടെ സാക്ഷാൽ പിണറായി വിജയനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യമാണ് പറയുന്നത്. അണികൾ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി പറയാണ്. ചോദ്യം ചെയ്യണം. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യമാണ് കൃത്യമായി അവിടെ പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിശ്വാസമില്ലായ്മ നമ്മൾ അധികം ചോദ്യം ചെയ്യേണ്ട. കാരണം ബേസിക്കലി എല്ലാവരും വിശ്വാസികളാണ്. പിന്നെ പുറമെ കാണിക്കാൻ വേണ്ടി ഒത്തിരി അഭ്യാസങ്ങൾ കാണിക്കും. ഇപ്പോൾ ബാലഗോപാലിന് മുമ്പ് ബാലഗോപാലിൻ്റെയൊക്കെ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഗുരുവായൂർ അടുത്ത അമ്പലത്തിൽ പൂമൂടലുള്ള അമ്പലമുണ്ട്. അവിടെ പോയി പൂമൂടൽ നടത്തി. മുട്ടറക്കലുണ്ട്, മുട്ട അറക്കൽ ഒരു ആചാരമുണ്ട്, അത് നടത്തി. പറഞ്ഞോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നടത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ഒരു ലിബറൽ വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും കാണിക്കാത്ത ഒരാൾ ആയിരുന്നു പിണറായി വിജയനും പിണറായി വിജയൻ്റെ പുതിയ സെറ്റപ്പ്. അതായത് ബാലഗോപാൽ എന്ന് പറഞ്ഞ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ഒന്ന്, അവരുടെ യുവത്വത്തിൻ്റെ. പിന്നെ ധനകാര്യമന്ത്രിയായി ഇവിടെ വന്നു. അച്യുതാനന്ദൻ്റെ PA. അങ്ങനെ പലതരത്തിലും ബാലഗോപാലൻ നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒത്തിരി ക്വാളിറ്റീസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബാലഗോപാലൻ അവിടെ മുത്തപ്പൻ്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കുകയാണ്. രാധാകൃഷ്ണൻ നിന്ന പോലെയല്ല, തീർത്ഥം പുറത്തേക്ക് എറിയാൻ തയ്യാറായിട്ടല്ല നിന്നത്, കൈകൂപ്പി തന്നെയാണ്. ബാലഗോപാലിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്ന വികാരം ഭക്തിയുടേതാണ്. എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ മുഖത്തുണ്ടായിരുന്നത്. അതിൻ്റെ പല കാരണങ്ങളാലും ഉണ്ടാകാം. ബാലഗോപാലൻ പോയി കഴിയുമ്പോൾ മുഴുവൻ കടമായിരിക്കും. ഈ കടത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം CPM ബാലഗോപാലിൻ്റെ പള്ളിക്ക് കഴിയും. CPMൻ്റെ ഒരു സ്വഭാവമാണ്. 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ അത് മുഴുവൻ ബാലഗോപാലിൻ്റെ കുടുംബം വിറ്റ് കൊടുക്കാൻ പറയും പിണറായി, പാർട്ടി തോറ്റാലും ജയിച്ചാലും. അങ്ങനത്തെ ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ വല്ലം കേൾക്കുന്നുണ്ടോ? കിഡ്ബിയും കടം മേടിക്കാനുള്ള എല്ലാ മാർഗവും ഒപ്പിച്ച് എന്നിട്ട് അങ്ങേര് പോയി ലണ്ടൻ പോയി മണി അടിപ്പിക്കാനുള്ള പിണറായി കൊണ്ട് മണി അടിപ്പിച്ച്. എന്നിട്ട് ഇപ്പോൾ ഐസക് എവിടെയാ? അപ്പോൾ ഇവിടെ ബാലഗോപാലൻ്റെ ഭക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ പിണറായിക്ക് പിടിച്ചു നിൽക്കാനുള്ള എല്ലാ മാർഗവും അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒരു 90% പിണറായിക്കെതിരായി. പിന്നെ മിച്ചമുള്ളത് ഹിന്ദു വിഭാഗത്തെ യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ മുൻകാലങ്ങളിൽ എടുത്ത നിലപാട് കൊണ്ട് ഹിന്ദു വിഭാഗത്തിൽ ആരും പറഞ്ഞില്ലെങ്കിൽ പോലും, വീട്ടിലെ ആരും ഡയറക്റ്റ് ചെയ്യില്ലെങ്കിൽ പോലും സ്വാഭാവികമായി ഹിന്ദുക്കൾക്ക് പിണറായി വിജയനെതിരായി ഒരു വികാരം അന്നുണ്ടായി. അതൊന്ന് മയപ്പെടുത്തിയെടുക്കാൻ ഞാനും ഭക്തനാണ് എന്ന് കാണിക്കാനുള്ള ശ്രമം ബാലഗോപാലൻ മാത്രമല്ല പിണറായിയും തുടങ്ങിയിട്ടുണ്ട്. പിണറായിയുടെ സാറ് മുമ്പ് പറഞ്ഞ പിണറായിയുടെ അമ്പലങ്ങളിൽ പോക്കിനെ പറ്റിയും ശീതൾ നമ്മുടെ പത്രപ്രവർത്തക ഭാഗത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ അതിൻ്റെ വിശദം എനിക്കറിയത്തില്ല, സാർ അറിയാമെങ്കിൽ ഒന്ന്. അല്ല, ശീതള് നമുക്കറിയാം പിണറായിൻ്റെ ഭാര്യയും മകളും കൂടെ അമ്പലങ്ങളിൽ, തമിഴ്നാട്ടിലെ വലിയ അമ്പലങ്ങളാണല്ലോ, അങ്ങനെ ഒളിഞ്ഞും പതുങ്ങിയും ഒരു പോകുന്നത് കണ്ട് അതിൻ്റെ പിന്നാലെ കണ്ട് പരിചയപ്പെട്ട മുഖങ്ങളാണല്ലോ എന്നുള്ളത് നോക്കി അവർ പിന്നാലെ പോയി ക്യാമറയിൽ പകർത്തി എന്നുള്ളതാണ് ആ ധീരയായ പത്രപ്രവർത്തകയെ നമ്മൾ അംഗീകരിക്കേണ്ടതും അനുമോദിക്കേണ്ടതും. അതിലൂടെ പിണറായി വിജയനെ പച്ചയായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിണറായിൻ്റെ വീട്ടിൽ ഇവിടെ പൂജ നടത്താറുണ്ട്, പ്രേതങ്ങൾ കൂടിയിരിക്കുന്നു, അതിനെ ഒഴിപ്പിക്കാൻ പൂജ, അങ്ങനെ പലതരത്തിലുള്ള പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അദ്ദേഹം പൊതുവാളിൻ്റെ കണ്ടു. ഇവിടെ പയ്യന്നൂർ പൊതുവാളിനെ കണ്ടിട്ട്
ടൈം ഫിക്സ് ചെയ്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതൊക്കെയാണ് നമ്മൾ കേട്ടറിവുള്ളത്. അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയെ സംബന്ധിച്ച് പറയാം പൂമുറയ്ക്കൽ എന്താണ് മുട്ടറയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന എന്താണ്, ഇവരുടെ കപടത്തരങ്ങളാണ്. പുറമേ നാട്ടിൽ ജനങ്ങളോട് പറയുന്നത് എന്താണ്, വിശ്വാസം പാടില്ല. പുറമേ നാട്ടിൽ ജനങ്ങളോട് പറഞ്ഞ എന്താണ്, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നാണ്. പുറമേ നാട്ടിൽ ജനങ്ങളോട് സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല നവോത്ഥാന മതിൽ കെട്ടി. അതിനെത്ര 100 കോടി റുപ്യ കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ചെലവാക്കി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന നവോത്ഥാനം നടത്തി അതിന്റെ ചെയർമാനായിരുന്നല്ലോ വെള്ളാപ്പള്ളി. ഇപ്പം ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ അതിനെതിരെയുള്ള വിധികൾ കൊടുത്തപ്പോൾ, പുനഃപരിശോധന ഹർജി വന്നപ്പോൾ, പരിഗണിക്കാൻ വന്നപ്പോൾ ഗവൺമെന്റ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ തവണത്തെ ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്തായി, കേരളത്തിൽ CPM അന്ന് വരെ കിട്ടിയിരുന്ന വോട്ട് ബാങ്കുകൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. പക്ഷെ അവർ തിരിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെയും നിയമസഭയിലൂടെയും അത് തിരിച്ചെടുത്തു എന്നുള്ളത് കാര്യം സത്യമാണ്. പക്ഷെ അതിന് ശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും, അന്ന് ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ, ഈ 2016 മുതൽ 2025 വരെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള കൊള്ളയുടെ കൃത്യമായ കണക്കും കാര്യങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു അംശം മാത്രമാണ്, വലിയൊരു ഐസ്മലയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ എല്ലാ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ പൂജാരികളെടുത്ത് പേര് കേട്ട പൂജാരികൾ കൊണ്ട് പല പൂജകൾ ആരും അറിയാതെ നടത്തിക്കുകയാണ്. അമ്പലങ്ങളിൽ ആരും അറിയാതെ പോയി വഴിപാട് നടത്തുകയാണ്, അതേപോലെ പൂജകൾ നടത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ രൂപമാണ് ബാലഗോപാലിന് ഗത്യന്തരമില്ലാതെ ശരിക്കും ഭക്തി നിർഭരമായിട്ട് പറയുന്നത് എന്താണ്, പിണറായിക്കെതിരെയാണ്. അല്ല, ആയിഷ പൊറ്റി രംഗത്ത് വന്നതോടെ ബാലഗോപാൽ തന്നെ പേടിച്ചു പോയി. ആയിഷ പൊറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്തുണ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഹിന്ദു വോട്ട് മറച്ചെടുക്കണം, ഹിന്ദു വോട്ട് വിള്ളൽ വന്നു കഴിഞ്ഞു ആയിഷ പറ്റി വന്നവിടെ. അപ്പോൾ എങ്ങനെ അതാവാന്നുള്ളതിന് വേണ്ടിയിട്ടാണ് BJPയുടെയും കൂടെ വോട്ട് പുറത്ത് പിടിക്കാം. എങ്ങനെയാണ്, ഞാനൊരു വലിയ ഭക്തനാണ്, ഹിന്ദു വിശ്വാസിയാണ്, അമ്പലങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയുമ്പം കൊട്ടാരക്കര ഗണപതി അമ്പലമുള്ള പ്രശസ്തമായ അമ്പലമുള്ള സ്ഥലമാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിന് പ്രശ്നം. അപ്പോൾ അവിടെയുള്ള ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കാനും കൂടിയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഒരു ഭക്തനായി മാറിയിരിക്കുന്നു. അദ്ദേഹം താമസിയാതെ BJP ചേരുമോ എന്നുള്ളതാണ് നമ്മൾ പേടിക്കേണ്ടത്. ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ വൈകൃതം എന്ന് പറയുന്നത്, ഇവരുടെ വിശ്വാസത്തിൻ്റെ വൈകൃതം എന്ന് പറയുന്നത് മത്തായി ചാക്കോയുടെ അന്ത്യകൂദാശയെ പറ്റിയും ശവടക്കിനെ പറ്റിയും പിണറായി പറഞ്ഞ പ്രസ്താവന തന്നെ. മത്തായി ചാക്കോയുടെ അന്ത്യകർമ്മങ്ങൾ കൃത്യാചാരപ്രകാരം ചെയ്തതിന് പിണറായിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നികൃഷ്ടജീവി എന്ന് ബിഷപ്പിനെ വിളിക്കുക വരെ ചെയ്തത്. അതേ പിണറായി വിജയനാണ് ഇപ്പോൾ താൻ ഉൾപ്പെടെ തൻ്റെ മന്ത്രിസഭാംഗങ്ങളെ ദേവപ്രീതിക്കായിട്ട് എല്ലാ അമ്പലങ്ങളിലേക്ക് അയക്കുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പിണറായി വിജയനെ നിങ്ങൾ കാണാൻ പോകുന്ന വേറെ ആരുമില്ലെങ്കിൽ പോലും തൃശ്ശൂർ ഇരിങ്ങാലക്കുട കാനാട്ട് മഠത്തിൽ ചാത്തൻ സേവയുള്ള മഠത്തിൻ്റെ അടുത്ത് പിണറായി വിജയനെ കാണാം. വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്രിമം കാണിക്കാനോ ബാലറ്റ് ചാത്തന്മാരെ ഏർപ്പാടിയ ഒരു കുഴപ്പമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അവിടെ വളരെ കഠിനമായ ആഭിചാരിക്രിയകൾ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാറിൽ പ്രേതം കൂടുന്നു എന്നാണ്, അതുകൊണ്ട് കറുത്ത കാർ ഉപയോഗിച്ചാൽ മതി എന്ന് ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം വെളുത്ത കാർ ഒഴിവാക്കി കറുത്ത കാർ ഉപയോഗിക്കാൻ തുടങ്ങി. കറുത്ത കാറിൽ പ്രേതം കയറില്ല എന്നൊക്കെയാണ്. പിന്നെ മരത്തിന് മുകളിൽ കൂടെ പ്രേതങ്ങൾ ശബ്ദിക്കുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റി, ഏത് ക്ലിഫ് ഹൗസിൽ. പിന്നെ മുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അവിടെയൊക്കെ മാറ്റം വരുത്തി. അപ്പൊ എല്ലാ തരത്തിലും അവിടെ അദ്ദേഹത്തിനുണ്ടായ ഈ ബാധ ഒഴിപ്പിക്കലിൻ്റെ കാരണമാണ് അദ്ദേഹം കുറേ കാലത്തേക്ക് കറുത്ത കാറ്. പിന്നെ അദ്ദേഹത്തിന് എവിടുന്നോ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേതങ്ങൾ ഇങ്ങനെ മാത്രമല്ല പിന്നാലെ യുദ്ധവുമായിട്ട് വരുന്നുണ്ട്. 10-40 വണ്ടി അറേഞ്ച് ചെയ്തു. എന്നോട് പ്രേതബാധ ഒഴിഞ്ഞിട്ടില്ല എപ്പോഴും. അദ്ദേഹം ഇപ്പം രാത്രി അയ്യപ്പനെ വിളിച്ചത്, അയ്യപ്പൻ ഭീകര രൂപത്തിൽ വന്ന് അദ്ദേഹത്തെ ഭീകര രൂപത്തിൽ ആക്രമിക്കുന്നത് രൂപമാണ്. അതിന് പരിഹാരമാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഘം നടത്തിയേക്ക് ഹൈക്കോടതി അടക്കം എടുത്തിട്ട് അദ്ദേഹത്തിനെ കുടഞ്ഞിരിക്കണം. ഈ വിധത്തിൽ പാവം പിണറായിന്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പറ്റി എഴുതാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി 2 മാസം കൂടെ അല്ലേ ഉണ്ടാവുള്ള സങ്കടമാണ്. ഇനി ഇതിന്റെ പിണറായി വിജയനെ അനുകൂലിക്കുന്നവരുടെ ന്യായം കേട്ടിട്ടുണ്ടോ? പിണറായി വിജയന് ഒരു വർഷം 1.5 വർഷം മുമ്പ് ഈ സ്ഥാനത്ത് നിന്നൊക്കെ പോകേണ്ടതാണ്.
ഈ മന്ത്രവാദവും കൂടോത്രവും തുടങ്ങിയതുകൊണ്ടാണ് ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയത്. അങ്ങനെയാണ് ഇമ്മാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. കൂടെയുള്ളവന് പണ്ടേ പോകേണ്ടതാണ്, കൂടോത്രം ഉള്ളതുകൊണ്ട് മാത്രം പിണറായി വിജയൻ പിടിച്ചു നിന്നു കൂടോത്രത്തിൻ്റെ ബലത്തിൽ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറിയത്. അതാണ് പ്രശ്നം. പാണ്ഡ്യാൽ ഷൈ നല്ല ഭംഗിയായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങോട്ട് പോയിന്ന്. ഇപ്പോൾ ബാലഗോപാലൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തൻ്റെ രക്ഷയാണ് ആദ്യം നോക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കില്ല പ്രാർത്ഥിച്ചത്. എങ്ങനെയെങ്കിലും എന്നെ ഇത്തവണ കൊട്ടാരക്കര കടത്തിപ്പെടണം. അദ്ദേഹത്തിന് മനസ്സിലായി ഇത്തവണ കേരളത്തിൽ വിജയിക്കാൻ പോകില്ല എന്നുള്ളത്. ബാക്കി ആര് തോറ്റാലും തോറ്റില്ലെങ്കിൽ വേണ്ടില്ല, എന്നെ രക്ഷിക്കണമേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമായി അദ്ദേഹം ആര് പറഞ്ഞിട്ട് മുത്തപ്പൻ പറഞ്ഞു കൊടുത്തു. അതാണ് നമ്മൾ നേരിട്ട് കണ്ടത്. യഥാ രാജ തഥാ പ്രജ. അതുപോലെ ഇരിക്കും പ്രജ എങ്ങനെയാണോ അതുപോലെ രാജാവ് ഇരിക്കും, രാജാവ് എങ്ങനെയാണോ അതുപോലെ പ്രജകളും ഉണ്ടാവും. ഓക്കെ.